ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന് ശേഷം 2020 അവതരിപ്പിക്കുന്ന മെഡിക്കൽ സ്റ്റോർ. മരുന്നുകൾക്ക് 80% വിലക്കുറവ്. തിരഞ്ഞെടുപ്പ് ചൂടിനിടയിലെ ഉദ്ഘാടനം വഴിവെച്ച സ്വാഭാവിക സംശയങ്ങളോട് സാബു എം ജേക്കബിന്റെ മറുപടി. ഈ മെഡിക്കൽ സ്റ്റോറിൻ്റെ ലൈസൻസ് മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരിക്കുന്നതാണ്. ഇത് 2020 പാർട്ടിയുമായിട്ടോ ഇതുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇതുവരെ നടത്തി വരുന്ന പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടർ മാത്രമാണ് ഇവിടെ. വളരെ കാലം മുമ്പേ തുടങ്ങി വെച്ച പദ്ധതികളാണ് ഇന്നിവിടെ നടപ്പിലാകുന്നത്. ഉദ്ഘാടന പശ്ചാത്തലത്തിൽ വാഗ്ദാനമെത്തി. അധികാരത്തിലെത്തിയാൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിക്കും. ഇത്തരം സംരംഭങ്ങൾ അതിന്റെ തുടക്കമാണ്. എന്നാൽ 2020യുടെ തിരഞ്ഞെടുപ്പ് കാല വാഗ്ദാനങ്ങളെ തള്ളുകയാണ് കുന്നത്തുനാട് MLA PV ശ്രീനിജൻ. പഴയൊരു ഉദാഹരണ സഹിതം. അദ്ദേഹം ഇതിനു മുമ്പും ഇലക്ഷൻ ആകുമ്പോൾ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകാറുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും പാലിക്കപ്പെട്ടതായിട്ട് കാണുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന 5 മാസം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചിട്ടിരുന്നു. മാത്രവുമല്ല, വ്യവസായ സൗഹൃദമല്ലെന്ന് പ്രഖ്യാപിച്ച് കേരളം വിട്ട സാബു എം ജേക്കബിനെ അഭിനന്ദിക്കാനും മറന്നില്ല. കേരളത്തിനെ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് 3000 കോടി രൂപ തെലങ്കാനയിൽ കൊണ്ടുപോയി എന്ന് വിലപിച്ചിരുന്ന സാബു ജേക്കബ് തിരിച്ച് കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിൽ കുന്നത്തുനാട്ടിലേക്ക് ഒരു മെഡിക്കൽ സ്റ്റോറുമായി വരുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു MLA എന്നുള്ള രീതിയിൽ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. മറ്റു തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നാടിന്റെ രക്ഷകനായ മനുഷ്യസ്നേഹിയുടെ പരിവേഷം സ്വയമണിഞ്ഞ് ഇലക്ട്രൽ ബോണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്തു സാബു എം ജേക്കബ്. ഇവിടുത്തെ ഒരു മനുഷ്യസ്നേഹിയായിട്ട്, ഈ നാടിന്റെ രക്ഷകനായിട്ട്, ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നിൽ നിൽക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് ജനങ്ങളെ വഞ്ചിക്കാനുള്ള രാഷ്ട്രീയ സൃഷ്ടിയാണെന്ന് മറുപടി. കിഴക്കമ്പലത്തിനപ്പുറം ജനപിന്തുണ നേടാൻ 2020 എന്ന് കണ്ടറിയാം. ശ്യാംലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.